ഏറ്റവും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട വൈദികരെ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനപ്പെട്ടവരെ, ഈ ഒരു പ്രത്യേക മീറ്റിങ്ങിൻ്റെ അധ്യക്ഷ ഏറ്റവും പ്രിയപ്പെട്ട സൂസൻ മാഡം, മറ്റു ഭാരവാഹികളെ, ഏറ്റവും ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, ഒത്തിരി സന്തോഷം. ജന്മം കൊണ്ട് ഞാൻ കുറിച്ചി സ്വദേശിയാണ്. ഇപ്പോൾ താമസം തൃക്കൊടുത്താനം നാലുകോടിയാണെങ്കിലും എൻ്റെ ബാല്യകാലം മുഴുവനും കുറിച്ചിയായിരുന്നു. എൻ്റെ ബാല്യകാല സുഹൃത്തുക്കൾ അധികം പേരും പ്രിയപ്പെട്ട ജ്ഞാനായ സഹോദരങ്ങളായിരുന്നു. എൻ്റെ വീടിൻ്റെ ഏറ്റവും അടുത്ത ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് എല്ലാവരും തന്നെ പ്രിയപ്പെട്ട ജ്ഞാനായ സഹോദരങ്ങൾ. അതുകൊണ്ട് ഞാൻ പല കാര്യങ്ങളും മനസ്സിലേക്ക്, പല സുഹൃത്തുക്കളെയും, പല ഫാമിലി ഫ്രണ്ട്സിനെയുമൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നു. നിങ്ങളുടെ ഈ ഒരു വലിയ സന്തോഷത്തിൽ, ഈ ഒരു വലിയ ഒത്തുവരവിൽ, കൂടിയ വരവിൽ ഏറെ സന്തോഷിക്കുന്നു. ഏറെ നിങ്ങളുമായിട്ട് അതിൻ്റെ സന്തോഷം, അതിൻ്റെ ആഹ്ലാദം പങ്കുവെക്കുകയാണ്. എന്നോട് പറഞ്ഞ വിഷയം വന്നപ്പോഴാണ് ഒരു ട്വിസ്റ്റ് വേണം എന്ന് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയത്. കാരണം വനിതകൾ, സ്ത്രീ ശാക്തീകരണം മാത്രമല്ല, കുടുംബം മുഴുവനുമുണ്ട് ഇവിടെ. മക്കളും മാതാപിതാക്കന്മാരും ഭർത്താക്കന്മാരും ഭാര്യമാരും, അങ്ങനെ ഒരു കുടുംബം ഇവിടെയുണ്ട്. അതുകൊണ്ട് വിഷയത്തിൽ ഒരു ചെറിയ ട്വിസ്റ്റ് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാം അറിയാം, നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഈ ഒരു സാഹചര്യം പോസ്റ്റ് കോവിഡ് എറയാണ്. പ്രീ കോവിഡ്, കോവിഡിന് മുൻപ് ഒരു കാലഘട്ടമുണ്ടായിരുന്നു. AD BC എന്നൊക്കെ പറഞ്ഞ പോലെ കാലഘട്ടങ്ങൾ രണ്ടായിട്ട് വേർതിരിയപ്പെട്ട ഒരു യാഥാർത്ഥ്യത്തിലാണ്. ഇപ്പോൾ പോസ്റ്റ് കോവിഡ് സിറ്റുവേഷൻ, കോവിഡിന് ശേഷം നമ്മുടെ മക്കൾക്ക്, ഈ തലമുറയ്ക്ക്, ജെൻസി ജനറേഷൻ, ന്യൂ ജനറേഷന് ഒരുപാട് നന്മകളുണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അവസരങ്ങളുണ്ട്. എന്നാൽ അതിലേറെ നമ്മൾ പോലും കാണാതെ പോകുന്ന ഒരുപാട് ചലഞ്ചുകളും ഒബ്സ്റ്റക്കിൾസുമുണ്ട്. ഒബ്സ്റ്റക്കിൾസ് മാത്രമല്ല, ഓപ്പർച്യൂണിറ്റീസുമുണ്ട്. അതുകൊണ്ട് കൂടുതൽ വിസിബിൾ ആയിരിക്കുക, മറ്റുള്ളവർക്ക് കാണാനും കേൾക്കാനും പറ്റുക. ഓപ്പർച്യൂണിറ്റീസിനേക്കാളും ഒബ്സ്റ്റക്കിൾസാണ് കുഞ്ഞുങ്ങളുടെ ചില പ്രശ്നങ്ങൾ, ചില കാര്യങ്ങൾ. അതുകൊണ്ട് കടല് പോലെ കിടക്കുന്ന ഈ വിഷയം ഏകദേശം 1-2 ദിവസങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഈ വിഷയത്തിൻ്റെ ഏതാനും ഒരു തുള്ളി മാത്രമാണ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് ഒന്ന് സംസാരിക്കാൻ അവസരമുള്ളത്. ഇനിയും ഇതുപോലെയുള്ള കൂടിവരവുകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളുടെ, അല്ലെങ്കിൽ ഏത് വ്യക്തിയാണെങ്കിലും ഒരു വ്യക്തിയുടെ, പ്രത്യേകിച്ച് മക്കളെപ്പറ്റി ചിന്തിച്ചു കൊള്ളുക. മക്കളുടെ ജീവിതം ഒരു ട്രയാങ്കിൾ പോലെയാണ്, ത്രികോണം പോലെയാണ്. ത്രികോണത്തിൻ്റെ ഷേപ്പ് നമുക്കറിയാം, ട്രയാങ്കിൾ. അതിൻ്റെ അഗ്രഭാഗം, ടിപ്പ് എന്ന് പറഞ്ഞാൽ സൈക്കോളജിയിൽ ചില കോഷ്യൻറ്റുകളുണ്ട്, ക്യൂസ് എന്ന് പറയും. PQ, ഫിസിക്കൽ കോഷ്യൻറ്റ്. ഈ ത്രികോണത്തിൻ്റെ, ഈ ട്രയാങ്കിളിൻ്റെ ഏറ്റവും ചെറിയ ഭാഗം അഥവാ ഏറ്റവും വലിപ്പം കുറഞ്ഞ അഗ്രഭാഗം, അതാണ് PQ, ഫിസിക്കൽ കോഷ്യൻറ്റ്. നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ അഴക്, ആരോഗ്യം, കഴിവ്, സൗന്ദര്യം, അവർക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന വസ്ത്രം, പാർപ്പിടം, ഇതെല്ലാം ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആ പ്രൊവിഷൻസ് എല്ലാം ഇവരുടെ PQ ആണ്, ഫിസിക്കൽ കോഷ്യൻ്റാണ്. ഇനി ആ ഒരു ട്രയാങ്കിൾ താഴേക്ക് വരും തോറും നിങ്ങളതിൻ്റെ ഷേപ്പ് ഒന്ന് വിശകലനം ചെയ്യുക, വിട്ട് കൂടി വരുന്നുണ്ട്, ശരിയല്ലേ? ഇനി രണ്ടാമത്തെ ഭാഗമാണ് IQ അഥവാ ഇൻ്റലിജൻസ് കോഷ്യൻറ്റ്. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് അവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. നല്ല സ്കൂള്, വിദ്യാഭ്യാസം, കണക്ക്, സയൻസ്, A+, എൻജിനീയറിംഗ്, മെഡിസിൻ, സിവിൽ സർവീസ്, മറ്റു കാര്യങ്ങൾ. ഇവരുടെ അറിവ്, കഴിവ്, കണക്ക്, സയൻസ്, ഇതൊക്കെ ഇൻ്റലക്ച്വൽ പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ ഒന്നാമത്തേത് PQ, ഫിസിക്കൽ കോഷ്യൻറ്റ്. രണ്ടാമത്തേത് IQ, ഇൻ്റലിജൻസ് കോഷ്യൻറ്റ്. പ്രിയപ്പെട്ടവർ, ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും അധികം കുറവ് പ്രാധാന്യം കൊടുക്കുന്ന, അഥവാ അധികം പ്രാധാന്യം കൊടുക്കാൻ നമുക്ക് സമയമില്ലാത്ത, വിട്ടുപോകുന്ന 2 കോഷ്യൻറ്റുകൾ, ആ വിട്ട് താഴോട്ട് വരും തോറും കൂടി വരികയാണ്. അതിൻ്റെ പേരാണ് EQ, ഇമോഷണൽ കോഷ്യൻറ്റ്. മക്കളുടെ സ്വഭാവത്തിൻ്റെ, മക്കളുടെ ശീലങ്ങളുടെ, മക്കളുടെ സദ്ഗുണങ്ങളുടെ എല്ലാം ഇരിപ്പിടം അവരുടെ EQ ആണ്, ഇമോഷണൽ കോഷ്യൻറ്റ്. ഉദാഹരണം പറയാം, ഒരുപാട് അറിവുകളുള്ള കാലഘട്ടമായത്. AI യുഗത്തിൽ
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, മക്കൾക്ക് വേണ്ടത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അതിബുദ്ധി മാത്രമല്ല, അവർക്ക് വേണ്ടത് നിർമ്മിത ബുദ്ധിയേക്കാൾ ഒരു നിർമ്മല ബുദ്ധി കൂടി വേണം. നിർമ്മല ബുദ്ധി. ഈ നിർമ്മല ബുദ്ധി ഇരിക്കുന്നത് അവരുടെ തലയിലല്ല, മറിച്ച് മനസ്സിൽ, ആത്മാവിൽ. അതുകൊണ്ടാണ് സെയിൻറ്റ് പോൾ ഇടയ്ക്കിടയ്ക്ക് പറയും, ആന്തരിക മനുഷ്യനെ ബലപ്പെടുത്തണം. ആന്തരിക മനുഷ്യനെ ബലപ്പെടുത്തണം. അതാണ് EQ. ഇനി നമുക്കറിയാം, ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബേസ് എന്ന് പറഞ്ഞാൽ അത് SQ ആണ്, സ്പിരിച്വൽ കോഷ്യന്റ്. ആന്തരിക മനുഷ്യൻ ബലപ്പെട്ട ഒരു വ്യക്തി, ഒരു മകൻ, ഒരു മകൾ തീർച്ചയായിട്ടും സ്പിരിച്വലി കണക്റ്റഡ് ആയിരിക്കും. ആൻഡ് വൈസ് വേഴ്സ. സ്പിരിച്വലി കണക്റ്റഡ് ആയ ഒരു വ്യക്തിയുടെ ആന്തരിക മനുഷ്യൻ കുറച്ചുകൂടി ശക്തിയുള്ളതായിരിക്കും. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ഞാൻ നിങ്ങൾക്കൊരു സമയം തരാം, 60 സെക്കൻഡ്. നമ്മളിപ്പോൾ തന്നെ ട്രെയിൻ വഴികെ ഓടുകയാണ്. പക്ഷേ ഒരു 30 മിനിറ്റ് 40 മിനിറ്റ് സമയം എടുത്തോളാൻ അനുവാദം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ, കൊച്ചുമക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 5 ക്വാളിറ്റീസ് ഒന്ന് മനസ്സിൽ കാണാമോ? ചിലരെങ്കിലും മനസ്സിൽ ചോദിക്കുന്ന മറുചോദ്യം, കുറവുകളെക്കുറിച്ചായിരുന്നെങ്കിൽ, ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചായിരുന്നെങ്കിൽ 5 മാർക്കിൻ്റെ 10 എസ് എഴുതാമായിരുന്നു. ശരിയല്ലേ? പ്രിയപ്പെട്ടവരെ, ഓപ്പർച്യൂണിറ്റീസുമുണ്ട്, ഒബ്സ്റ്റക്കിൾസുമുണ്ട്. അതുകൊണ്ട് കൂടെയുള്ള മക്കളെ, കൂടെയുള്ള കൊച്ചുമക്കളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ ഒരു 5 വേണ്ട, കുറച്ചുകൂടി ഞാൻ കുറയ്ക്കാം, ഒരു 2 നന്മകൾ ഒന്ന് മനസ്സിൽ കാണുക. 30 സെക്കൻഡ് സമയം മാത്രം. അടുത്തിരിക്കുന്ന, കുറച്ചുകൂടി ഒന്ന് ഇൻട്രാക്റ്റീവ് ആകാൻ വേണ്ടിയാണ്, അടുത്തിരിക്കുന്ന 2 പേർ തമ്മിൽ സംസാരിക്കാം. നിങ്ങളുടെ മക്കളുടെ, കൊച്ചുമക്കളുടെ നിങ്ങൾ കണ്ട 2 ഓപ്പർച്യൂണിറ്റീസ്, നല്ല കാര്യങ്ങൾ ഒന്ന് സ്നേഹത്തോടെ പങ്കുവയ്ക്കാൻ ഞാൻ എല്ലാവരെയും ഒന്ന് സ്വാഗതം ചെയ്യുകയാണ്. ഒന്നുകൂടി ലൈവായിട്ട്. കാരണം ഇമോഷൻസിന് മോഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. മോഷൻ, മൂവ്മെൻറ്റ്. അതുകൊണ്ട് അടുത്തിരിക്കുന്ന ആളുമായിട്ട് ഒന്ന് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി മോഷൻ, മൂവ്മെൻറ്റ് പോസിറ്റീവ് ആകും. കുറച്ചുകൂടി ഒരു സന്തോഷം. മക്കളെക്കുറിച്ച് നമുക്ക് ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്, ഒരുപാട് ഹഡിൽസ് ഉണ്ട്. പക്ഷെ നല്ല കാര്യങ്ങൾ കാണാനുള്ള മനസ്സ് നമ്മൾ നഷ്ടമാക്കരുത്. അടുത്തിരിക്കുന്ന ഒരാളോട് നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ, കൊച്ചുമക്കളുടെ ഒരു നന്മയെങ്കിലും ഒന്ന് പങ്കുവയ്ക്കാൻ 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് അത് സാധിക്കുമെങ്കിൽ ദാറ്റ് ഈസ് ഗ്രേറ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. യെസ്, എല്ലാവരും. സമയം വളരെ പരിമിതമാണ്. വളരെ പെട്ടെന്ന് പുഞ്ചിരിയോടെ സംസാരിക്കുക. താങ്ക് യു വെരി മച്ച്. ചിന്ത ഇതാണ് പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ആന്തരിക മനുഷ്യൻ ബലപ്പെടണമെങ്കിൽ വീടുകൾ കോർപ്പറേറ്റ് ഓഫീസ് പോലെ ആക്കരുത്, മറിച്ച് അമ്യൂസ്മെൻ്റ് പാർക്ക് പോലെ ആവണം. കോർപ്പറേറ്റ് ഓഫീസ് ആവരുത് വീടുകൾ. ഞാനൊരിക്കൽ ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ 8ാം ക്ലാസ്സിലെ മിടുക്കനായ പയ്യൻ അവൻ്റെ കോളേജ് പ്രൊഫസറായ അപ്പനെക്കുറിച്ച് പറഞ്ഞ കമൻറ്റ് കേട്ടപ്പോൾ അന്നും ചിരിച്ചും ഓർക്കുമ്പോഴെല്ലാം ചിരിയാണ്. അപ്പനെക്കുറിച്ച് അവൻ കൊടുത്ത ഏറ്റവും വിശേഷപ്പെട്ട അഡ്ജക്റ്റീവ്, വിശേഷണം ഇതാണ്: സാറേ, അപ്പൻ വീട്ടിൽ വന്നാൽ കരാട്ടെ മാഷ. കരാട്ടെ മാഷോ? എടാ, മനസ്സിലാകുന്ന ഭാഷ പറയടാ. കോളേജ് പ്രൊഫസർ, ഒയ്യോ അതൊക്കെ പുറത്ത് പ്രൊഫസറാ സാറേ. റോട്ടറി ക്ലബ്ബ്, ലയൻസ്, JCS സഭയുടെ, സമുദായത്തിൻ്റെ തലപ്പത്താണ്. പക്ഷെ അപ്പ വീട്ടിൽ വന്നാൽ കരാട്ടെ മാഷ. എടാ, മനസ്സിലാകുന്ന പോലെ പറയടാ. അവനൊരു പുച്ഛസ്വരത്തിൽ പറഞ്ഞു, അപ്പൻ വീട്ടിൽ വന്നാൽ പറയുന്ന ആകപ്പാടെയുള്ള 3 സ്വരങ്ങൾ, 3 സൗണ്ടുകൾ, 3 വാക്കുകൾ: ഓ, ആ, ഓ, ഈ. തീർന്നു. ഓ, ആ, തീർന്നു. അത് കുങ്ഫു അല്ലേ സാറേ? അത് മാർഷൽ ആർട്സ് അല്ലേ? എനിക്ക് മനസ്സിലായില്ല. അവൻ വിശദീകരിച്ചു: കഞ്ഞി എടുക്കട്ടെ, ഓ. കുരിശ് വരയ്ക്കട്ടെ, ആ. കിടക്കാറായോ? തീർന്നു.
അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, മക്കളുടെ ആന്തരിക മനുഷ്യൻ, ഇമോഷണൽ പേഴ്സണാലിറ്റി സ്ട്രോങ് ആകണമെങ്കിൽ വീടുകൾ കോർപ്പറേറ്റ് ഓഫീസ് ആക്കരുത്. എന്താണ് ഈ കോർപ്പറേറ്റ് ഓഫീസ്? നമ്മളൊക്കെ വർക്ക് ചെയ്യുന്ന പ്രൈവറ്റ് ആവട്ടെ പബ്ലിക് ആവട്ടെ ഒരു ഓഫീസിൻ്റെ സംസാരമെന്ന് പറഞ്ഞാൽ വളരെ ഫോർമല. ആ ബില്ല് പാസ്സായോ? എത്ര പേര് ആബ്സെൻറ്റീസ് ഉണ്ട്? അതൊപ്പിട്ടില്ലേ? ആ ബില്ല് കൊണ്ടുപോവാ, അതിങ്ങനെ ഇങ്ങനെ അങ്ങനെ. ഇതാണ് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ, കോർപ്പറേറ്റ് ഓഫീസ്. നേരെ മറിച്ച് അമ്യൂസ്മെൻറ്റ് പാർക്ക് എന്ന് പറഞ്ഞാൽ കളിയുണ്ട്, ചിരിയുണ്ട്, കെട്ടിപ്പിടുത്തമുണ്ട്, സ്പർശനമുണ്ട്, പൊട്ടിച്ചിരിയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, കുടുംബം ഒരു കോർപ്പറേറ്റ് ഓഫീസ് ആക്കരുത്, മറിച്ചൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് ആവണം. മക്കൾക്ക് വേണ്ടത് കൊച്ചു വർത്തമാനങ്ങൾ, മക്കൾക്ക് വേണ്ടത് ഇത്തിരി തമാശ പറയുന്നൊരു അപ്പനെയാണ്, മക്കൾക്ക് വേണ്ടത് കുറച്ചുകൂടി അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരപ്പനെ ഒരമ്മയാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ടും ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചൊരു ചിന്ത ഇതാണ്: ആന്തരിക മനുഷ്യൻ ബലപ്പെട്ട മക്കൾ നമ്മുടെ കുടുംബത്തിലുണ്ടാവണം. ഇൻ്റലക്ച്വൽ പേഴ്സണാലിറ്റി ഏറ്റവും അടുത്ത 15 വർഷത്തെ കണക്ക് മാത്രം നോക്കിയാൽ മതി, IIT-കളെ കണക്ക് മാത്രം എടുത്താൽ മതി. കഴിഞ്ഞ 10-15 വർഷത്തിനിടയിൽ അവിടെയുള്ള ആത്മഹത്യകളുടെ എണ്ണം കൂടുകയല്ലാതെ കുറയുന്നില്ല. എന്താ കാരണം? ഇൻ്റലക്ച്വൽ പേഴ്സണാലിറ്റി കുറവായിട്ടല്ല, അത് കൂടി. പക്ഷേ ജീവിതവുമായിട്ടൊന്ന് സമരസപ്പെട്ടു പോകുവാൻ, ഒന്ന് അക്കോമഡേറ്റ് ചെയ്യുവാൻ, ജീവിതത്തിലെ ചില പരാജയങ്ങളെ ഏറ്റുവാങ്ങാൻ, ചില പരാജയങ്ങളുമായിട്ട് അറ്റ്യൂൺഡ് ആകാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു പരിശീലനം വീടുകളിൽ കിട്ടുന്നില്ല. കഴിഞ്ഞ 20 വർഷത്തെ എൻ്റെ എളിയ സേവന മേഖലയിൽ ഞാൻ ആധികാരികമായിട്ട് പറയാം, നമ്മുടെ സ്കൂളുകളിലും അത്ര കണ്ടൊന്നും ഇതുപോലെയുള്ള പരിശീലനം കിട്ടുന്നില്ല. ഇതിൻ്റെ പേരാണ് ജീവിത നൈപുണ്യം, ലൈഫ് സ്കിൽസ്. അത് പറയാൻ ഒരു NEP, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020, അതിനെപ്പറ്റി പോലും ഒരുപാട് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. എന്തുമാവട്ടെ, അതിനകത്ത് പറയുന്നൊരു പ്രധാനപ്പെട്ട ക്ലോസ്, ഒരു പോയിന്റ് ഉണ്ട്. ഈ തലമുറയിൽ മക്കൾക്ക് വേണ്ടത്, കുട്ടികൾക്ക് വേണ്ടത്, വിദ്യാർത്ഥികൾക്ക് വേണ്ടത് ഒരു ഹോളിസ്റ്റിക് എഡ്യൂക്കേഷനാണ്. അവർ പരാജയപ്പെട്ടാലും പതറിപ്പോകാത്ത രീതിയിൽ അവർക്കൊരു പരിശീലനം കൊടുക്കണം. ജീവിതത്തിൻ്റെ മണലാരണ്യങ്ങളിൽ, പരാജയങ്ങളുടെ, പരിഭവങ്ങളുടെ, സങ്കടങ്ങളുടെ മണലാരണ്യങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പകച്ചു പോകാതെ മുൻപോട്ട് പോകാൻ ഒരു മോട്ടിവേഷൻ കൊടുക്കണം. അവർക്കൊരു കോൺഫിഡൻസ് വേണം. 4 പേരുടെ മുൻപിൽ സംസാരിക്കാൻ, 4 പേരോട് സത്യമായിട്ട് വിളിച്ചു പറയാൻ അവർക്കൊരു നല്ല കോൺഫിഡൻസ്, ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഇതിൻ്റെ എല്ലാം ഒറ്റ പേരാണ് ലൈഫ് സ്കിൽസ് അഥവാ ജീവിത നൈപുണ്യം. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, നമ്മുടെ സൺഡേ സ്കൂളുകളിൽ നടക്കുന്നുണ്ടോ? ചിന്തിക്കണം, ഇതാണ് വേണ്ടത്. നമ്മുടെ വിദ്യാലയങ്ങളിൽ നടക്കുന്നുണ്ടോ? ഇതാണ് വേണ്ടത്. ഇനി വിദ്യാലയങ്ങൾ മാറ്റിവെക്ക്, പരിമിതികളുണ്ട്. സൺഡേ സ്കൂൾ മാറ്റിവെക്ക്, അവിടെയും പരിധികളുണ്ട്. പക്ഷെ വീടാണ് പ്രഥമവും പ്രധാനപ്പെട്ടതുമായ വിദ്യാലയം. നമ്മൾ മാതാപിതാക്കന്മാരാണ് പ്രഥമ അധ്യാപകർ. നമ്മൾ മാതാപിതാക്കന്മാർ കൊടുക്കാൻ പറ്റാത്തതൊന്നും ഒരു വിദ്യാലയത്തിനും കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ, വീടുകൾ കുറച്ചുകൂടി സംസാരങ്ങളുടെ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒരിടമായിട്ട് മാറണം. ഇനി വീടുകളിൽ വേണ്ടത് 2 Cകളാണ്. ഞാൻ ഈ ചുരുങ്ങിയ സമയത്തിനിടയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയാണ്. ഒരുപാട് തിരക്കിൻ്റെയും ഒരുപാട് ബഹളത്തിൻ്റെയും ഒക്കെ ഇടയിൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞാൽ അതാർക്കും ഓർത്തിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിൽ ചില അബ്രിവേഷൻസ്, ചില അക്രോണിംസ്, ചില ചുരുക്കെഴുത്തുകൾ, ചില എക്സ്പാൻഷൻസ്, ചില ഒറ്റവാക്കുകൾ, ഇത് ഏത് സമയത്തും നിങ്ങൾക്ക് ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒന്ന് കയറി വരാൻ, അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാൻ സഹായിക്കുന്ന രീതിയിൽ ചില പ്രത്യേക വാക്കുകൾ മാത്രം പറഞ്ഞും അവസാനിപ്പിക്കാം. വേണ്ടത് 2 Cകളാണ്, വേണ്ടാത്തതും 2 Cകളാണ്. നമ്മുടെ കുടുംബത്തിൽ വേണ്ട 2 Cകൾ, വേണ്ടാത്ത 2 Cകളെ പറ്റി ആദ്യം പറയാം. അതെല്ലാ കുടുംബത്തിലും ഉണ്ട്. കമ്പാരിസൺ, കമ്പൽഷൻ. അവളെ കണ്ടുപിടിക്കടാ, എൻ്റെ മക്കളൊന്നും അളിയൻ്റെ പിള്ളേരെ പോലെ ആകുന്നില്ലല്ലോ, എൻ്റെ പിള്ളേരൊന്നും അപ്പുറത്തെ പിള്ളേരെ പോലെ ആവുന്നില്ലല്ലോ,
എൻ്റെ മക്കളൊന്നും അനിയൻ്റെ മക്കളെ പോലെ ആവുന്നില്ലല്ലോ, നീ മാത്രം എന്താടാ ഇങ്ങനെ, അവളെ കണ്ടുപിടിക്കടാ, ഇവനെ കണ്ടുപിടിക്കടാ. പ്രിയപ്പെട്ടവരെ, കമ്പാരിസൺ ഈസ് കില്ലിങ്. മക്കളെ നമ്മൾ അറിയാതെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. കമ്പാരിസൺ ഈസ് കില്ലിങ്. പ്യുവർ സൈക്കോളജിയാണ്. നെഗറ്റീവ് കമ്പാരിസൺ ഓൾവേസ് ലീഡ്സ് ടു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. മക്കൾക്ക് വേണ്ടത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അല്ല, മക്കൾക്ക് വേണ്ടത് സുപ്പീരിയോറിറ്റി കോംപ്ലക്സുമല്ല, നിഷേധാത്മകമായ വികാരങ്ങളല്ല. എന്നെ ഒന്നിനും കൊള്ളില്ല, എനിക്കെന്തോ കുറവുണ്ട്, അവരാണ് മിടുക്കര്, അപ്പുറത്തെ ആൾക്കാരാണ്, കസിൻസാണ് മിടുക്കര്, റിലേറ്റീവ്സിൻ്റെ മക്കളാണ് മിടുക്കര്. ഇതെവിടെ കിട്ടി? വീടിനകത്ത് കിട്ടി. കമ്പാരിസൺ ഈസ് ഓൾവേസ് കില്ലിങ്. പ്രിയപ്പെട്ടവരെ, കമ്പൽഷനും അപകടമാണ്. എപ്പോഴും പുറകെ നടന്ന് ചെയ്യട, പഠിക്കട, എഴുന്നേക്കട, സം ഡൂസ് ആൻഡ് ഡോൺസ്. കുട്ടികൾ കല്ലിച്ചു പോകും. കമ്പൽഷൻ കൂടുന്തോറും കുഞ്ഞുങ്ങൾ കല്ലിച്ചു പോകും. കമ്പാരിസൺ കൂടുന്തോറും കുഞ്ഞുങ്ങളുടെ സെൽഫ് എസ്റ്റീം കുറയും. നമുക്കറിയാം, ഇന്ന് ഒരുപാട് ലഹരികളുടെ കാലഘട്ടമാണ്. ജീവിതം ഒഴിച്ച്, സ്വപ്നങ്ങൾ ഒഴിച്ച്, കുടുംബം ഒഴിച്ച് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ലഹരികളുണ്ട്. അത് സബ്സ്റ്റൻസ് അബ്യൂസായിട്ടും സെക്ഷൽ അബ്യൂസായിട്ടും പല കാരണങ്ങളുണ്ട്. പക്ഷേ റീസെൻറ്റ് സർവേകൾ പറയുന്നു, ഈ സബ്സ്റ്റൻസിൻ്റെ എല്ലാം പിറകിൽ ഒരു പ്രധാനപ്പെട്ട കോമൺ റീസൺ ഉണ്ട്. അതാണ് ലോ ലെവൽ ഓഫ് സെൽഫ് എസ്റ്റീം. എനിക്കെന്നെക്കുറിച്ചൊരു മതിപ്പ് കുറവാണെങ്കിൽ ഞാൻ നശിക്കാൻ ഏതറ്റം വരെയും പോകാൻ എനിക്കൊരു മടിയുണ്ടാവില്ല. എനിക്കെന്നെക്കുറിച്ചൊരു ബഹുമാനം കുറവാണെങ്കിൽ, എനിക്കെന്നെക്കുറിച്ചൊരു സെൽഫ് എസ്റ്റീം കുറവാണെങ്കിൽ ഏതറ്റം വരെയും നശിക്കാനും നശിപ്പിക്കാനും എനിക്കൊരു മടിയുണ്ടാവില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, മാതാക്കൾ മാത്രമല്ല പിതാക്കന്മാരും, മാതാപിതാക്കന്മാർ നിർബന്ധമായിട്ടും കുഞ്ഞുങ്ങളുടെ സെൽഫ് എസ്റ്റീം കൂട്ടുന്ന വർത്തമാനങ്ങൾ, ക്വാളിറ്റിയുള്ള വർത്തമാനങ്ങൾ നമ്മുടെ വീടുകളിൽ പറയണം. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം കെട്ട വാക്ക് പറയുന്നു എന്നുള്ളതാണ്. അബ്യൂസീവ് വേർഡ്സ്, ചീത്ത, ചുരുളി പാർട്ട് 2 അല്ലേ, അങ്ങനെയൊക്കെ സിനിമ ഇറങ്ങിയ കാലഘട്ടമാണ്. ചുരുളി മുഴുവനും കെട്ട വാക്കുകളാണ്. ഇവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ കെട്ട വാക്കേ പറയത്തുള്ളൂ. ഒരു കൗൺസിലറിൻ്റെ, ഒരു മെൻറ്ററിൻ്റെ അടുത്തേക്ക് കൗൺസിലിങ്ങിന് കൊണ്ടുപോയി. ഈ മെൻറ്ററിൻ്റെ കാര്യം മനസ്സിലായി. അപ്പനെ അമ്മയെ പുറത്തെ മുറിയിലാക്കിയിട്ട് ഈ മകനുമായിട്ട് മെൻറ്റർ സംസാരിച്ചു. അവസാനം ഈ മാതാപിതാക്കന്മാരെ അകത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, മകൻ പറഞ്ഞ കെട്ട വാക്കുകളെല്ലാം എവിടെയോ കേട്ട വാക്കുകളാണ്. 6ാം ക്ലാസ്സിലെ മകൻ പറഞ്ഞ കെട്ട വാക്കുകളെല്ലാം എവിടെയോ കേട്ട വാക്കുകളാണ്. വീടിനകത്ത് നമ്മൾ പറയുന്നില്ലായിരിക്കാം, പക്ഷേ സീരിയലുകൾ പറയുന്നുണ്ട്. വീടിനകത്ത് മാതാപിതാക്കന്മാർ നമ്മൾ കെട്ട വാക്ക് പറയുന്നില്ലായിരിക്കാം, പക്ഷെ അവർ കാണുന്ന വെബ് സീരീസിൽ പറയുന്നുണ്ട്. കെട്ട വാക്കുകൾ ഫാഷനായിട്ട്, ട്രെൻഡായിട്ട് നമ്മുടെ മക്കൾക്ക് ഇന്ന് മാറുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു തൃക്കണ്ണുണ്ടാവണം, 3ാം കണ്ണുണ്ടാവണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാഷ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വാക്ക്, അവരുടെ കാഴ്ച, അവരുടെ കേൾവി, ആത്യന്തികമായി വാക്കുകളുടെ ശക്തി, വാക്കുകളുടെ മാധുര്യം വീടുകളിൽ കൃത്യമായിട്ടും ഉറപ്പുവരുത്തണം. കാരണം സയൻസ് പ്രകാരം വാക്ക് ഊർജമാണ്, നശിപ്പിക്കാൻ പറ്റില്ല. ഇവിടെ കേട്ട വാക്കുകളെല്ലാം, ഇവിടെ ഞാൻ പറയുന്ന വാക്കുകളെല്ലാം നമ്മൾ പോയാലും അതിൻ്റെ ആ ഒരു റിഫ്ലക്ഷൻ, റിപ്പർക്കേഷൻ, പ്രകമ്പനം, അതിൻ്റെ സ്വാധീനം ഇവിടെ ഉണ്ടാകും. അതുകൊണ്ട് വീടുകളിൽ നമ്മൾ മാതാപിതാക്കന്മാർ പരസ്പരം പറയുന്ന, വീടുകളിൽ കേൾക്കുന്ന എല്ലാ സ്വരത്തിൻ്റെയും ഒരു വലിയ ഇമ്പാക്റ്റ്, അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും വീടിനകത്തുണ്ടാകും എന്ന് ഓർമ്മയുണ്ടാവട്ടെ. കുഞ്ഞുങ്ങൾക്ക് നല്ല വളർത്തുന്ന വാക്കുകളിൽ സെൽഫ് എസ്റ്റീം ഉണ്ടാകാൻ കമ്പൽഷനും കമ്പാരിസണും അല്ല വേണ്ടത്, മറിച്ച് കറക്ഷനും കമ്പാഷനുമാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ കറക്ഷൻ? ദൈവത്തിൻ്റെ വചനം കൃത്യമായിട്ടും ബൈബിള് പഠിപ്പിക്കുന്നുണ്ട്. ഇളം മനസ്സിൽ ഒരുപാട് ഫുളിഷ്നെസ്, ഒരുപാട് വിഡ്ഢിത്തം, ഒരുപാട് മണ്ടത്തരങ്ങൾ കുഞ്ഞുങ്ങളുടെ മനസ്സിലൊക്കെയുണ്ട്. വടിയുടെ ചൂട്, വടി എന്ന് പറയുമ്പോൾ ഈ കോണ്ടെക്സിൽ വടിയെടുക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ശിക്ഷയുടെ ചൂട്
ഈ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഭോഷത്വത്തിൻ്റെ കെട്ടുമാറ്റും. അതാണ് വചനം പറയുക. അടിയുടെ ചൂട്, വടിയുടെ ചൂട്. ഇനി അടിയും വടിയും ഇല്ലെങ്കിലും ചില എടി കറക്ഷൻ. കറക്ഷൻ്റെ മറുപേരാണ് പ്രിയപ്പെട്ടവരെ അഫെക്ഷൻ. എന്താ അഫെക്ഷൻ്റെ വാക്ക്? അർത്ഥം എന്താണ്? സ്നേഹം. നമ്മൾ മാതാപിതാക്കന്മാർ അഫെക്ഷൻ, സ്നേഹമുള്ളത് കൊണ്ടാവണം മക്കളെ കറക്റ്റ് ചെയ്യേണ്ടത്. ഇനി കറക്ഷൻ മാത്രം പോരാ, അവിടെ കൺവിക്ഷനും ഉണ്ടാവണം. എന്താ? എടാ, അമ്മ നിന്നോട് ഇതുപോലെ പറഞ്ഞതിൻ്റെ കാരണം എൻ്റെ പൊന്നുമോന് മനസ്സിലായോ? ഉവ്വ. എടാ, അമ്മ നിന്നോട് ഇതുപോലെ സംസാരിച്ചതിൻ്റെ, എടാ അപ്പ നിന്നെ ഒന്ന് അടിച്ചതിൻ്റെ, ഒന്ന് വഴക്ക് പറഞ്ഞതിൻ്റെ, ഒന്ന് പിച്ചിയതിൻ്റെ അർത്ഥം മനസ്സിലായോ? എടാ ഇതാടാ കാര്യം. എടാ ഈ വാക്ക് അവിടെ പറയാൻ പറ്റില്ലടാ. എടാ ഈ വാക്ക് നമ്മുടെ കുടുംബത്തിൽ സബ്സ്റ്റാൻഡേർഡ് വാക്കാടാ മോനെ, നിനക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നെവർ എവർ റിപ്പീറ്റ്. മേലാൽ അവർ പറഞ്ഞോട്ടെ, ഇവർ പറഞ്ഞോട്ടെ, പക്ഷെ നമ്മുടെ കുടുംബത്തിന് ചേർന്നതല്ല. കറക്ഷൻ ഒരു കൺവിക്ഷനായിട്ട് മാറുന്നു. പ്രിയപ്പെട്ടവരെ, അഫെക്ഷൻ ഇല്ലാത്ത കറക്ഷൻ്റെ പേരാണ് ഇൻസൾട്ട്. കുഞ്ഞുങ്ങളെ ഒരിക്കലും ഇൻസൾട്ട് ചെയ്യരുത്. ഞാൻ ഇന്നലെ നമ്മുടെ കോട്ടയം അതിരൂപതയുടെ കിടങ്ങൂർ സെൻറ്റ് മേരീസ് സ്കൂളിൽ കത്തോലിക്ക സഭയിലെ സിറോ മലബാർ സഭയിലെ ഏതാണ്ട് 10-12-15 കേരളത്തിലുള്ള ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള രൂപതകളിലെ കുട്ടികളുടെ സംസ്ഥാന മത്സരമായിരുന്നു. എനിക്ക് 4 മക്കളാണ് ഉള്ളത്. 3 പേര് ഭൂമിയിലും ഒരാൾ സ്വർഗത്തിലും. അങ്ങനെ മക്കളുമായിട്ട് മത്സരത്തിന് പോയതാണ്. 5ാം ക്ലാസ് 6ാം ക്ലാസ് സബ് ജൂനിയർ ബോയ്സിൻ്റെ പാട്ട് മത്സരത്തിൽ മകനും പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ കാണുകയാണ്, ഒരു കൊച്ചു മിടുക്കും പയ്യൻ. ആഹാ, നല്ല സ്മാർട്ടായിട്ടും അവൻ അങ്ങോട്ട് കയറി. അവൻ്റെ പാട്ട് തുടക്കത്തിൽ തന്നെ പിച്ച് അല്പം കൂടിപ്പോയി. അതുകൊണ്ട് ഹൈ പിച്ച് എടുക്കാൻ പറ്റിയില്ല. അവനിങ്ങനെ ഇപ്പക്കരയും ഇങ്ങനെ കാർമേഘം മുഖത്തിങ്ങനെ വരുന്നു. പെട്ടെന്ന് അവൻ പാതി വഴിയിൽ പാട്ട് നിർത്തിയിട്ട് അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോവുകയാണ്. ഈ അമ്മ കണ്ടാൽ നല്ല യൗവനത്തിലായ ഒരു 35-40 താഴെയുള്ള നല്ല സൗന്ദര്യമുള്ള, ആരോഗ്യമുള്ള, നോട്ടത്തിൽ നല്ല വിദ്യാഭ്യാസവും ജോലിയും ഒക്കെയുള്ള തോന്നിക്കുന്ന ആ ഒരു അപ്പിയറൻസ് എൻ്റെ തൊട്ട് പുറകിലാണ്. ഈ കുഞ്ഞോടി കരഞ്ഞെന്ന് അമ്മയുടെ അടുത്തേക്ക് വരികയും അമ്മ വലിയ വായിൽ എല്ലാവരും കേൾക്കെ ഇല്ലല്ലോടാ അവനെ വലിച്ചുകൊണ്ട് ഞാൻ വഴിക്ക് ഒന്ന് തട്ടി, മോനെ ഇറ്റ്സ് ഓക്കേടാ. ആ അമ്മയെങ്കിൽ ഒന്ന് മനസ്സിൽ പറയാമോ? ആർക്കെങ്കിലും ഒക്കെ ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? നിങ്ങളായിരുന്നുവെങ്കിൽ ഒരു ഓട്ട മത്സരത്തിൽ അല്ലെങ്കിൽ ഒരു പാട്ട് മത്സരത്തിൽ ഇത്തിരി പരാജയപ്പെട്ട മകൾ 5ാം ക്ലാസ്സുകാരനാണ്, 6ാം ക്ലാസ്സുകാരനാണ്, ഓടി വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? അവനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തിട്ട് ഇറ്റ്സ് ഓക്കേടാ, എടാ സാരമില്ലടാ, എടാ നെക്സ്റ്റ് ടൈം. പ്രിയപ്പെട്ടവരെ, കമ്പാഷൻ. അതുകൊണ്ടാണ് ഈശോ മിശിഹ ബൈബിളിൽ 1-ലധികം തവണ പറഞ്ഞത് കുഞ്ഞുങ്ങളെപ്പോലെ ആവണം, കുഞ്ഞുങ്ങളിൽ നിന്ന് പഠിക്കണം, അവരോട് കരുണയോടെ ആർദ്രതയോടെ കമ്പാഷനോടെ പറയുന്ന കറക്ഷൻസ് എല്ലാം അവർക്ക് കൺവിക്ഷനായിട്ട് മാറും. ഈ കമ്പാഷൻ കൊടുക്കാതെ കൊടുക്കുന്ന കറക്ഷൻസ് എല്ലാം അവർക്ക് വലിയ കല്ലിപ്പായിട്ട്, അവർക്ക് അഡമൻറ്റ് നേച്ചറിലേക്ക് അഗ്രസീവാകാൻ തീർച്ചയായിട്ടും അതൊരു കാരണമായിട്ട് മാറും. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, പ്രിയപ്പെട്ട വേണ്ട സീകൾ എന്തൊക്കെയാണ്? കറക്ഷൻ്റെ മറുപേരെന്താണ്? അഫെക്ഷൻ, സ്നേഹം. സ്നേഹത്തോടെ കറക്റ്റ് ചെയ്യുക. ഇനി അതാണ് കൺവിക്ഷൻ, ബോധ്യമായിട്ട് മാറുക. ഇനി കമ്പൽഷനും കമ്പാരിസണും നമ്മുടെ കുടുംബത്തിൽ നിന്ന് മാറ്റിയാൽ കുഞ്ഞുങ്ങളുടെ ആന്തരിക മനുഷ്യൻ, നമ്മുടെ വിഷയം അതാണ്, ആന്തരിക മനുഷ്യൻ ബലപ്പെട്ട മക്കളുണ്ടാവണം. IQ മാത്രം പോരാ, PQവിന് മാത്രം പൈസ മുടക്കിയാൽ പോരാ. പ്രിയപ്പെട്ടവരെ, ആന്തരിക മനുഷ്യനെ ബലപ്പെടുത്താൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പരിശീലനം കൊടുക്കണം. കാരണം നമ്മൾ പറഞ്ഞ് പരിശീലിപ്പിക്കുന്നില്ല എങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കത് മനസ്സിലാവില്ല. ഒരു ഓൺഗോയിങ് ഫോർമേഷനാണ് ഈ കാലഘട്ടത്തിൽ വേണ്ടത്. ഇനി 2 Pകൾ കൂടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി നമുക്ക് ഏകദേശം 10 മിനിറ്റ് കൂടി കൊണ്ട് അവസാനിപ്പിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും പ്രൊട്ടക്ഷൻ, വേണ്ടാത്തത് പാമ്പറിങ്.
എന്താണ് പ്രിയപ്പെട്ടവരെ പാമ്പറിങ് എന്ന വാക്കിൻ്റെ അർത്ഥം? മനസ്സിലാകാൻ ഒരു ഉദാഹരണം പറയാം. മാമ്പഴക്കാലമാണ് എന്നങ്ങ് സങ്കല്പിക്കുക. തൊടിയിലെ പാകമായ ഒരു 100 മാങ്ങ പറിച്ച് പേപ്പറിൽ പൊതിഞ്ഞു വെച്ചു. എന്തിനാ? പെട്ടെന്ന് പഴുക്കാൻ വേണ്ടിയാ. നമ്മൾ ഇന്ന് ഒരു 100 മാങ്ങ പറിച്ച് പേപ്പറിൽ പൊതിഞ്ഞു വെച്ചു വലിയ പ്രതീക്ഷയോടെ. പക്ഷേ നാളെ മുതൽ വീട്ടിൽ നമ്മൾ പോലും അറിയാത്ത ഒരുപാട് തിരക്ക് വന്നു. ചില മരണങ്ങൾ സംഭവിച്ചു, ബന്ധുക്കളുടെ ആശുപത്രി കേസ്, കല്യാണം, തിരക്ക്. നമ്മൾ ഈ മാങ്ങയുടെ കാര്യം മറന്നുപോയി. മാസം 1, 2, 3 അന്നേരം ഓർത്തത് 100 മാങ്ങയുടെ കാര്യം. എടുക്കുമ്പോൾ എന്ത് കിട്ടും? പൊതി അഴിക്കുമ്പോൾ എന്ത് കിട്ടും? എന്താ കിട്ടുക? എന്ത് കിട്ടും? ചീഞ്ഞ മാങ്ങ. ശരിയല്ലേ? ചീഞ്ഞ മാങ്ങ. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, മാമ്പഴം മാത്രമല്ല മക്കളും ഒരുപാട് പൊതിഞ്ഞു വെച്ചാൽ ചീഞ്ഞു പോകും. മാമ്പഴം മാത്രമല്ല മക്കളും ഒരുപാട് പൊതിഞ്ഞു വെച്ചാൽ എന്ന് പറഞ്ഞാൽ ഒന്നും അറിയിക്കത്തില്ല. ഞങ്ങൾ അനുഭവിച്ചത് ഒത്തിരി സങ്കടത്തിൻ്റെ കഥകളാ സാറേ. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഒന്നും അറിയിക്കാതെ വളർത്തുന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ അപകടം. എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നും അറിയിക്കണ്ട. 8ാം ക്ലാസ്സിലെ മക്കള്, 10ാം ക്ലാസ്സിലെ മക്കള് അപ്പൻ്റെ സന്തോഷവും സങ്കടവും, അമ്മയുടെ കണ്ണുനീരിൻ്റെ ചില കാരണങ്ങൾ എല്ലാം ഒന്നും അറിയിക്കരുത്. മക്കളെ അറിയിക്കേണ്ടത് അവരെ അറിയിക്കണം. ഇങ്ങനെ പാമ്പർ ചെയ്ത് പൊതിഞ്ഞ് കേരളത്തിൽ മാത്രമുള്ള ഒരു കലാപരിപാടിയാണ്. 10ാം ക്ലാസ്സിൽ മക്കൾ കയറിയാൽ പിന്നെ അപ്പനും അമ്മയും കൂട്ട അവധിയാണ്. സർക്കാർ ജോലി എന്ന് പോരും. എന്താ? മോൾ 10ാം ക്ലാസ്സിലായി, മോൾ 12ാം ക്ലാസ്സിലായി. 10ാം ക്ലാസ്സിൽ കയറിയാൽ പിന്നെ എടി പാത്രം കഴുകണ്ട, നീ പൊക്കോ, ഞാൻ കഴുകിക്കോളാം. അവൾക്ക് മനസ്സിലാകും അമ്മ ഈസ് മൈ സെർവൻറ്റ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, 10ാം ക്ലാസ്സും പാത്രവുമായിട്ട് ഒരു ബന്ധവുമില്ല. ഈ 10ാം ക്ലാസ്സിൽ 10 പാത്രം അവളെ ഒന്ന് കഴുകിച്ചാൽ അവൾ കുറച്ചുകൂടി ഫിസിക്കലി ഫിറ്റാകും. ഈ ഫിസിക്കൽ ഇൻ്റലിജൻസ് അവളെ കുറച്ചുകൂടി മെൻ്റലി ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് കുറച്ചുകൂടി അവരെ യാഥാർത്ഥ്യ ബോധത്തോടെ വളർത്തണം. പാമ്പേർഡ് ചൈൽഡ് സ്പോയിൽഡ്. ഇനി പ്രൊട്ടക്ഷൻ. ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ വായിക്കേണ്ട നാനാജാതി മതസ്ഥരായ, ജാതി മതഭേദമന്യേ എല്ലാവരും വായിക്കേണ്ട ഒരു മോട്ടിവേഷൻ പുസ്തകം. അതിനെ മറ്റൊരു ലേബലിൽ ആരും കാണരുത്. അത് എഴുതിയത് നമ്മുടെ നാട്ടുകാരനാണ്. ഞാനിവിടെ അനൗൺസ് ചെയ്തപ്പോൾ കേട്ടു കുട്ടനാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. നമ്മുടെ കുട്ടനാടുകാരനായ ഒരു വന്ധ്യ വൈദികൻ, ഒരു പുരോഹിത ശ്രേഷ്ഠൻ 150 വർഷങ്ങൾക്ക് മുൻപ് മാതാപിതാക്കന്മാരോട് ദീർഘവീക്ഷണത്തെ ഓർക്കണം. വെള്ളം മാത്രം, വെള്ളക്കെട്ടും വള്ളവും മാത്രമുണ്ടായിരുന്ന, കരണ്ടില്ലാത്ത ഒരു സംവിധാനങ്ങളും സൗകര്യങ്ങളും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ 150 വർഷങ്ങൾക്ക് മുൻപ് ഒരു വിഷണറിയെ പോലെ അദ്ദേഹം ഒരു പുസ്തകം എഴുതി. അതിൻ്റെ തലക്കെട്ടിങ്ങനെയാണ്: കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള നല്ലയപ്പൻ്റെ ചാവരോൾ. ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ, ആ വന്ധ്യ വൈദികനെ കുറിച്ചാണ്. നമുക്കെല്ലാം അറിയാം, കൈനഗരിക്കാരൻ. 150 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ് കേട്ടോ: പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, മക്കളെ സാധിക്കുമെങ്കിൽ ബന്ധുവീടുകളിൽ പോലും ഒറ്റയ്ക്ക് വിടരുത് കേട്ടോ. എന്നാ വർത്തമാനോ അല്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനും എൻ്റെ തലമുറയിൽപ്പെട്ടവരും അതിൻ്റെ മുൻപോട്ടുള്ളവരുമൊക്കെ നമ്മളൊക്കെ ജീവിച്ചത് അമ്മ വീട് കൊണ്ടല്ലേ? നമ്മളൊക്കെ ജീവിച്ചത് അപ്പൻ്റെ പെങ്ങന്മാരുടെ വീട് കൊണ്ടല്ലേ? എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചത് അമ്മ വീട് കൊണ്ടും അപ്പൻ്റെ പെങ്ങന്മാരുടെ വീട് കൊണ്ടും കസിൻസിൻ്റെ വീട് കൊണ്ടുമാ. കാലം കഴിഞ്ഞു പോയി. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, മക്കളെ സാധിക്കുമെങ്കിൽ ബന്ധുവീടുകളിൽ പോലും, ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ വിടുന്ന കാര്യമല്ല, അയൽപക്കത്തെ വീട്ടിൽ വിടുന്ന കാര്യമല്ല, രക്തബന്ധം, കസിൻസിൻ്റെ, റിലേറ്റീവ്സിൻ്റെ ബന്ധുവീടുകളിൽ പോലും സാധിക്കുമെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് വിടരുത്. അതിൻ്റെ ക്ലാരിറ്റി കൂടി ആ വന്ധ്യ പിതാവ് നൽകുകയും, കാരണം മാലാഖമാരെ പോലെയാണ് അവരങ്ങോട്ട് പോകുന്നത്. തിരികെ വരുമ്പോൾ പിശാചിനെയും കൂട്ടി വരാനുള്ള സാധ്യത
അന്നില്ലായിരുന്നു, ഇന്ന് വളരെ കൂടുതലാണ്. കോട്ടയത്തെ എൻ്റെ കൗൺസിലിംഗ് സെൻറ്റേഴ്സിലേക്ക് വരുന്ന ഒരു 20-25-30% കുഞ്ഞുങ്ങൾക്കും ഇതുപോലെ ചില സങ്കടങ്ങൾ, ഏറ്റവും അടുത്ത സുഹൃത്തിൽ ബന്ധുവിൽ നിന്ന് അപ്പനെ പോലെ അമ്മയെപ്പോലെ അങ്കിളിനെ പോലെയൊക്കെ കണ്ടവരിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ കുഞ്ഞുങ്ങളുടെ സെൽഫ് എസ്റ്റീം കുറയും. ഇതിന് ഒരു തൃക്കണ്ണ് വേണം. നമ്മുടെ മക്കളെ ഈ കാലഘട്ടത്തിൽ ഈ പോസ്റ്റ് കോവിഡിൽ വളർത്താൻ 2 കണ്ണ് പോരാ അമ്മയ്ക്ക്, 2 കണ്ണ് പോരാ അപ്പന്, ഒരു 3-ാം കണ്ണും 4-ാം കണ്ണും വേണം. അതുകൊണ്ട് കുറച്ചുകൂടി പ്രൊട്ടക്ഷനാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത്, പാമ്പറിങ് അല്ല. അതുകൊണ്ട് കൂടെ എപ്പോഴും ഇങ്ങനെ എല്ലാം ചെയ്തു കൊടുത്തും ചോദിക്കുന്ന എല്ലാം കൊടുത്തും ഒരു ബുദ്ധിമുട്ടുകളും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യ ബോധങ്ങൾ അറിയിക്കാതെ വളർത്തിയാൽ പ്രിയപ്പെട്ടവരെ മക്കളൊക്കെ ഇങ്ങനെ വലിയ ബലൂൺ പോലെ വീർക്കും. പക്ഷേ ഒരു ചെറിയ പ്രശ്നത്തിൻ്റെ മുട്ടുസൂചിയിൽ അവരൊക്കെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ഒരു ചിന്ത കൂടി നൽകി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് ഉണർന്ന, ഒരുപാട് ആവേശത്തോടെ വളരെ അറ്റൻറ്റീവായിട്ടിരിക്കുന്ന നല്ലൊരു ആക്റ്റീവ് ലിസണിങ് ഉള്ള നല്ല ശ്രോതാക്കളോട് അധികം സംസാരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ സമയത്തെ ഞാൻ മാനിക്കണം. ഇതിന് ശേഷം ഇതിലും പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഇവിടെ നടക്കാനുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും നിങ്ങളുടെ വിടർന്ന കണ്ണുകൾക്ക്, നല്ല ആ ആക്റ്റീവ് ലിസണിങ് സ്കില്ലിന്, ശ്രദ്ധയ്ക്ക് ഞാൻ ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ്. എനിക്ക് വേണ്ടി നിങ്ങളെ ഒന്ന് കൈയടിച്ച് അപ്രീഷിയേറ്റ് ചെയ്തുകൊള്ളുക. പോരാ, കുറച്ചുകൂടി ഉറക്കെ. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. ഈ വേദി പാടാൻ പറ്റിയ പാട്ടല്ല, എങ്കിലും ഒരു ഉദാഹരണം സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം, സായാഹ്ന സാനുവിൽ വിലോലമേഘമാ, അഴകിൻ പവിഴം പൊഴിയും നിന്നിൽ, അമൃത കണമായി സഖി ധന്യനായി. ആരാണ് സംഗീതം? ആരാണ് സംഗീതം? ജോൺസൺ മാഷ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജോൺസൺ മാഷിനെ പറ്റിയോ ഈ പാട്ട് പാടാനോ അല്ല, മറിച്ചൊരു വ്യക്തിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. അത് മറ്റാരുമല്ല, ജോൺസന്റെ ജീവിക്കുന്ന വിധവ റാണി. ഒരുപക്ഷെ ഹൃദയമുള്ളവർക്ക് കരയാതെ അത് കാണാൻ പറ്റില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ കരഞ്ഞ് കണ്ട 30 മിനിറ്റ് ഒരു ഇൻ്റർവ്യൂവിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്. നമുക്കറിയാം, കൃത്യമായിട്ടും ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങളിൽ കൂടി കടന്ന്, ഞാൻ ചുരുക്കുകയാണ്, ഭർത്താവ് മരിക്കുന്നു, മകൻ കൊല്ലപ്പെടുന്നു, മകള് ദാരുണമായിട്ട് ഒരു കാർഡിയാക് അറസ്റ്റിൽ മരണപ്പെടുന്നു. അവസാനം ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞ കാര്യം ഇതാണ്: മരിച്ച ഈ 3 ചിത്രങ്ങൾക്കപ്പുറത്ത് ആത്മഹത്യ ചെയ്ത ഒരു റാണിയെ കാണാൻ നിങ്ങൾക്ക് പറ്റാത്തതിൻ്റെ കാരണം, അഥവാ ഇന്ന് കേരളത്തിലെ ഏതെങ്കിലും ഒരു മാനസികാരോഗ്യ ഭ്രാന്താശുപത്രിയിൽ അലറി വിളിക്കുന്ന മുഴുഭ്രാന്തിയെ പോലെ നിങ്ങൾക്കിന്ന് റാണിയെ കാണാൻ പറ്റാത്തതിൻ്റെ കാരണം, ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ഞാൻ ആത്മീയമായ കണ്ണിൽ കണ്ടതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് എസ്ക്യൂ, ഇതാണ് സ്പിരിച്വൽ കോഷ്യന്റ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏത് പ്രശ്നങ്ങൾ നടുവിലും പതറിപ്പോകാതെ ക്രൂശിതനെ നോക്കിപ്പോകാൻ നമ്മുടെ മക്കൾക്ക് വേണ്ടത് ഉപദേശങ്ങളല്ല, 1000 പറ ഉപദേശമല്ല വേണ്ടത്, മറിച്ച് നമ്മൾ മാതാപിതാക്കന്മാരുടെ ഒരു നാഴി ജീവിതമാണ്, മാതൃകയാണ്. അതുകൊണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു. ഇക്യൂവും എസ്ക്യൂവും ഡെവലപ്ഡായ ഒരു തലമുറ നമുക്കുണ്ടാവട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ശ്രീ സിജു തോമസ് ആലഞ്ചേരി for a real motivation and throat-poking speech.